നമുക്കൊരു ആലു പറാത്ത ഉണ്ടാക്കി നോക്കിയാലോ? അത്ര സിമ്പിളൊന്നുമല്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതേ ഒരു ബൗളെടുത്ത് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ വലിയ ഉള്ളി ചെറിയതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാമേ. അതിലോട്ട് ഗരം മസാല, ചെറിയ ജീരകം, വലിയ ജീരകം ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാമേ. എന്നിട്ട് ഇതേ ഒരു കടായി എടുത്ത് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാമേ. ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോയും കൂടി ചേർത്ത് നന്നായിട്ട് ഉടച്ച് വലിയ വലിയ ബോൾസ് ആക്കി എടുക്കാമേ. നിങ്ങൾക്ക് ആലു പറാത്ത എത്രണ്ണം വേണോ അത്രയും ബോളാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വലിയ വലിയ ഉരുളകളാക്കി എടുക്കാമേ. എന്നിട്ട് അതൊന്ന് പരത്തി ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി, കുറച്ച് കട്ടിക്ക്. എന്നിട്ട് അതിലോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ബോളും കൂടി വെച്ച് ഒരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇത് ഇനി മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോലോ നന്നായിട്ട് മുക്കിയെടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കും. ഓവറായിട്ട് പരത്തണ്ട, പൊട്ടിപ്പോവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതേ ഒരു പാൻ വെച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ വെച്ചിട്ട് നമ്മൾ ആലു പറാത്ത ഇട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിട്ട് റെഡിയാക്കി എടുക്കാം.